Resonance, the study spot. Hi all, welcome to Resonance, the study spot. And here we begins our English class. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സെഷനുമായിട്ട് ഈ ക്ലാസ്സുമായിട്ട് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തുന്നത്. നമ്മുടെ ഫാമിലി വളർന്ന് വലിയൊരു കുടുംബമായിട്ട് മാറുകയാണ്. വളരെ പുതുതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസക്കാലം 1.5 മാസക്കാലം മാത്രം പ്രായം ഉള്ളൂ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച്. നമ്മൾ നിരന്തരമായിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏറെ ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ബയോളജി ക്ലാസ്സൊക്കെ ഏതാണ്ട് 1000-നടുത്ത ആളുകൾ കണ്ടുകൊണ്ട് വന്നപ്പോൾ ആ നിങ്ങളുടെ നിരീക്ഷണത്തിലേക്ക് നിങ്ങൾ നല്ല ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഞങ്ങളെ കൂടെ ഭാഗമാക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. അപ്പോൾ തിരിച്ച് അതിന് നിങ്ങൾക്കൊരു സമ്മാനം തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ്സസിൻ്റെ സബ്ജക്ട്സുകൾ വൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിയർ വി ബിഗിൻസ് അവർ ഇംഗ്ലീഷ് സെഷൻ. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. 1ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്, വേസ് ഓഫ് ലേണിംഗ്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് വേസ് ഓഫ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ലേൺ അഥവാ ലേണിംഗ് എന്നുള്ളതെല്ലാം പഠനം എന്ന് പറയുന്നതാണ്. അപ്പോൾ വേസ് ഡിഫറെൻറ്റ് വേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ രീതികൾ. അപ്പോൾ പഠനത്തിൻ്റെ വിവിധ രീതികളെക്കുറിച്ചാണ് നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്, പഠനത്തിൻ്റെ വിവിധ രീതികളെക്കുറിച്ച്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ബിഗിൻ. നമുക്ക് തുടങ്ങാം. അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റിലും പറയുന്നത്. ആയിക്കോട്ടെ. ഹൗ മെനി ഓഫ് ദീസ് തിങ്സ് ഡു പീപ്പിൾ ലേൺ ഇൻ സ്കൂൾസ്? ചുവടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഒരാൾ സ്കൂളിൽ നിന്നും സ്വായത്തമാക്കുന്നത്, സ്കൂളിൽ നിന്നും അയാൾ ശേഖരിക്കുന്ന അറിവുകൾ ഏതെല്ലാം എന്നുള്ളൊരു ചോദ്യം അവിടെ മുന്നോട്ടേക്ക് വയ്ക്കുന്നു. അപ്പം അതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങൾ അതാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാ അറിവുകളും സത്യത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും മാത്രം നേടിയെടുത്തതാണോ? തീർച്ചയായിട്ടും ഉത്തരം അല്ല എന്നുള്ളതായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ്ലേസ് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദോസ് ടോട്ട് ഇൻ സ്കൂൾസ്. സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് നേരെ ഒരു ശരി നൽകാൻ വേണ്ടി നിങ്ങളോട് പറയുന്നുണ്ട്. ഹൗ ടു റിപ്പയർ എ ലീക്കിംഗ് ടാപ്പ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ഫോർമാറ്റ് ഓഫ് ഇംഗ്ലീഷ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഹൗ ടു റിപ്പയർ എ ലീക്കിംഗ് ടാപ്പ്. ലീക്കായി പോകുന്ന ഒരു പൈപ്പിനെ, ഒരു ടാപ്പിനെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദ്യാലയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ശരിക്കും ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും കൊടുക്കുക. വാട്ട് ഡു വെൻ എ ബീ സ്റ്റിങ്സ്. ബീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഹണി ബീ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ഹണി ബീ ആരാണ്? തേനീച്ചയാണ്. സ്റ്റിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. സ്റ്റിങ് എന്ന് പറയുന്നത് മുള്ളാണ്. അപ്പോൾ സ്റ്റിങ്സ്, അപ്പോൾ ഒരു ഹണി ബീയുടെ സ്റ്റിങ്സ്, ഒരു ബീ സ്റ്റിങ്സ്, ഒരു നമ്മുടെ എന്താ പറയുക, തേനീച്ച കുത്തിയാൽ എന്ത് ചെയ്യണമെന്ന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല എന്ന് പറയും. വാട്ട് ടു വെൻ ദർ ഇസ് എ സഡൻ ഫ്ലഡ്. ഈ ഫ്ലഡ് എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം നമ്മളെ പ്രയാസങ്ങളിലേക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഫ്ലഡ്, വെള്ളപ്പൊക്കം, പെട്ടെന്ന് സഡൻ, വളരെ പെട്ടെന്ന് പൊടുന്നനെ പെട്ടെന്ന് ഉണ്ടാവുന്നു. പെട്ടെന്നൊരു ഫ്ലഡ് സംഭവിച്ചാൽ, പെട്ടെന്നൊരു വെള്ളപ്പൊക്കം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വിദ്യാലയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോഴും ഉത്തരം നൽകാൻ വേണ്ടി പറ്റുന്നത് ഇല്ല എന്നുണ്ടായി. ഹൗ ടു ബി ഹാപ്പി ഇൻ ലൈഫ്. ജീവിതത്തിൽ എപ്രകാരമാണ് നിങ്ങൾ സന്തുഷ്ടനായിരിക്കേണ്ടത്, സന്തോഷിക്കേണ്ടതെന്ന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടെയും ഇല്ല എന്നുള്ളതായിരിക്കും. ഹൗ ടു മിൽക്ക് എ കൗ. പശുവിനെ കറക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല എന്നാണ് ഉത്തരം. ഹൗ ടു ബിഹേവ് വെൽ ടു പീപ്പിൾ. ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെരുമാറാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഒരു പക്ഷേ മിക്ക ആളുകളെയും ഉത്തരം ഇല്ല എന്നുള്ളതായിരിക്കും. ഒരു പക്ഷേ ചില ആളുകൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ ഉത്തരങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉത്തരങ്ങൾ നൽകേണ്ടത്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പേജ്. ലാംഗ്വേജ് ഇൻ യൂസ്. Where do we get knowledge from? എവിടെ നിന്നാണ് നമുക്ക് അറിവുകൾ ലഭിക്കുന്നത്? Do we learn lessons from the world around us?
നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് നമ്മൾ അറിവുകൾ സമ്പാദിക്കുന്നുണ്ടോ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് റൈറ്റ് 2 sentences ഓൺ ദിസ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സംവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട 2 വരികൾ നിങ്ങൾ എഴുതുക. എനിക്ക് സത്യത്തിലുള്ള പരീക്ഷണാർത്ഥത്തിലല്ല, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ നോക്കുമോ. ഒരു ടെൻഷനും വേണ്ട, തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. ഇംഗ്ലീഷല്ലേ, തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും തെറ്റ് നിങ്ങൾ എഴുതിയ സെൻറ്റൻസിൽ വന്നാലും നമ്മുടെ ടീച്ചേഴ്സ് അത് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ കമൻ്റ് ആക്കിയിട്ട് എഴുതി തരാൻ റെഡിയാണ്. ഒന്ന് എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കതൊന്ന് എഴുതാൻ വേണ്ടി പറ്റിയാൽ ഏറെ ഭംഗിയുള്ളൊരു കാര്യമായിരിക്കും അത്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഡൗൺ, താഴത്തേക്ക് പോകും. ഹിയർ ഇസ് എൻ ഓൾഡ് സ്റ്റോറി ഫ്രം ജപ്പാൻ അബൌട്ട് എൻ ഓൾഡ് മാൻ. ഒരു പഴയ കഥ. എവിടുത്തെ കഥയാണ് പറയുന്നത്? ജപ്പാനിലുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ചുള്ളൊരു കഥ പറയാൻ വേണ്ടി. പഴയ കഥയാണ്, ഓൾഡ് സ്റ്റോറിയാണ്. ഹി യൂസ്ഡ് ദ ലെസൺസ് ഹി ലേൺഡ് ഫ്രം ഹിസ് ലൈഫ് ടു സേവ് ദ ലൈഫ് ഓഫ് മെനി പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച പല കഥകളും, ജീവിതത്തിൽ നിന്ന് പഠിച്ച പല പാഠങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ബിഫോർ റീഡിങ്, വായിക്കുന്നതിന് മുമ്പ്, look at the words in the bold and find their meaning in the words explained section given after the story. അപ്പോൾ നമ്മൾ വായിക്കുന്ന ചോദ്യത്തിൽ മിക്കവാറും പാഠത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. പാഠത്തിലൊക്കെ ഈ കട്ടി കൂടിയ ഇപ്രകാരമുള്ള വാക്കുകൾ കാണാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ആ അർത്ഥങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി വേണം, നമുക്ക് നല്ല പദസമ്പത്ത് ആവശ്യമാണ്. നോക്കാം, നമുക്ക് എന്തായാലും പാഠത്തിലേക്ക് കിടക്കാം. The burning of the rice fields. The rice fields. നോക്കാം. The burning of the rice fields. Burning, കത്തി എരിയുക, കത്തുകയാണ്. ഓഫ് റൈസ് ഫീൽഡ്. റൈസ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല. അരി അഥവാ നെല്ലാണ് പറയാറ്. ഫീൽഡ്, പാടങ്ങളാണ്. അപ്പോൾ ഒരു അരി അല്ലേ, വിള നൽകുന്ന അരിപ്പാടം നമ്മൾ പറയാറില്ല, നെൽപ്പാടം എന്നാണ് നമ്മൾ പറയാറുള്ളത്. നെൽപ്പാടത്തിന് തീ പിടിച്ചപ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് പാഠം പറയുന്നതെന്ന് തോന്നുന്നു. നോക്കി നോക്കാം. ആദ്യ പാഠഭാഗത്തിൽ ഒരു ചിത്രം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് കൃത്യമായ പാഠം കഥ വായിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ ചിത്രം സൂചിപ്പിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഒറ്റനോട്ടത്തിൽ നിന്ന് ആ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? There is a house situated on the top of a mountain. അത് ചെറിയൊരു മലയാണ്, അത് വീടാണെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. Then the house is facing sea. കടലാണ്, കടലിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ആ വീട് നിർമ്മിക്കപ്പെട്ടതെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയൊക്കെ ഐഡിയാസ് ആണ് കിട്ടുന്നത്. ആൻഡ് ദീസ് തിങ്സ് സീംസ് ടു ബി പാഡി ഫീൽഡ്സ് അല്ലേ. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നു റൈസ് ഫീൽഡ്സ് ആണ് അല്ലെങ്കിൽ പാഡി ഫീൽഡ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കാം നമുക്ക് താഴത്തേക്ക് എന്താണ് കഥ പറയുന്നത്. Once there was an old man who lived with his grandson. ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ ഗ്രാൻഡ്സൺ, പഠിച്ചു വെച്ചേക്കൂട്ടോ, ഗ്രാൻഡ്സൺ എന്ന് പറഞ്ഞാൽ ചെറുമകൻ എന്നാണ് അർത്ഥം. ഗ്രാൻഡ്സൺ, ചെറുമകനോടൊപ്പമായിരുന്നു ജീവിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പേരക്കുട്ടികളുണ്ടെങ്കിൽ, അവർ ആൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ്സൺ, പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ വിളിക്കുക ഗ്രാൻഡ് ഡോട്ടറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യണമെന്നറിയോ? 2 എന്ന് ക്ലൂ കൊടുത്തുകൊണ്ട് മൈ ഗ്രാൻഡ് സൺസ് നെയിം ഇസ് ഡാഷ്, എന്താണോ അവരുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കണം. ഇനി അതല്ല, പേരക്കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മൈ ഗ്രാൻഡ് ഡോട്ടേഴ്സ് നെയിം ഇസ് ഡാഷ്, ആ ഡാഷ് നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ആൻസറിനുള്ളൊരു സാധ്യതയും കൂടെ നിങ്ങൾക്ക് എഴുതി നോക്കാൻ വേണ്ടി കിട്ടി. ഫാർ എവേ ഇൻ ജപ്പാൻ, അവർ ജപ്പാനിൽ നിന്നും ഒരുപാട് അകലെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത്. ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? The old man and his grandson. Their house was on the top of a flat mountain. അവിടെ ഒരു കട്ടി കൂട്ടി ബോൾഡാക്കിയ വരി കാണാണ്ട്. ഫ്ലാറ്റ് മൗണ്ടെയിൻ എന്നാണ് പറയുന്നത്. എന്താ ഫ്ലാറ്റ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A high place with a flat top, also called as a plateau.
അപ്പോൾ ഉയരം കൂടിയ ഒരു മലമുകളിലായിരുന്നു എന്തെന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് മൗണ്ടൻ, നിരപ്പായ മലയ്ക്ക് മുകളിലായിരുന്നു അവരുടെ ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വീട് മുകളിലായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വീട് തന്നെയാണ് കേട്ടോ. All the villagers lived in their small houses below near the sea. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വില്ലേജിൽ താമസിക്കുന്നവർ, ഗ്രാമത്തിൽ താമസിക്കുന്നവരെ ഗ്രാമവാസികൾ എന്ന് വിളിക്കുന്നു. ഗ്രാമവാസികൾ എല്ലാവരും ചെറിയ ചെറിയ വീടുകളിൽ കടലിനോട് ചേർന്നുകൊണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, താമസിച്ചിരുന്നത്. Their paddy fields were all on the top of the mountain close to where the old man lived. അവരുടെ എല്ലാം കൃഷിസ്ഥലങ്ങളാവട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ മലമുകളിലായിരുന്നു. ആര് താമസിച്ചതിനടുത്ത്? നമ്മുടെ വൃദ്ധനായ മനുഷ്യൻ താമസിച്ചതിനടുത്തായിരുന്നു. മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ്, അതെല്ലാവർക്കും അറിയാലോ, മോർണിംഗ് പ്രഭാതം, ഈവനിങ് വൈകുന്നേരമാണ് അല്ലേ. ദ ഓൾഡ് മാൻ ആൻഡ് ടഡ ഹിസ് ലിറ്റിൽ ഗ്രാൻഡ്സൺ. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ടഡ. ആരാണ് ഈ ടഡ? നമ്മുടെ ഗ്രാൻഡ്സൺ, ചെറുമകന്റെ പേരാണ് കേട്ടോ. വുഡ് ലുക്ക് ഫാർ ഡൗൺ അറ്റ് ദ പീപ്പിൾ ഇൻ ദ വില്ലേജ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മുടെ മുത്തശ്ശനും മകനും കൂടെ ചേർന്നുകൊണ്ട് ദൂരേക്ക് അവർ നമ്മുടെ വില്ലേജസ് താമസിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാറുണ്ട്. They would watch the blue sea which lay all around the land. അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന നീലക്കടലിനെ, ബ്ലൂ സീ, നീലക്കടലിനെ അവരെന്ത് ചെയ്യാറുണ്ട്? നോക്കി നിൽക്കാറുണ്ട്. ടഡ loved the rice fields dearly for they gave the people their food. ടടയ്ക്കാവട്ടെ നമ്മുടെ ഈ ഫീൽഡുകളുണ്ടല്ലോ, നമ്മുടെ അരി നൽകുന്ന, നമ്മുടെ നെൽകൃഷി നടക്കുന്ന പാടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ആലോചിച്ച് നോക്കിക്കോ. അവരാണല്ലോ സത്യത്തിൽ നമുക്ക് ഭക്ഷണം തന്നിരുന്നത് അല്ലെങ്കിൽ തരുന്നത്. ഹി ഓഫൻ ഹെൽപ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ടു വാച്ച് ഓവർ ദം. അവൻ പലപ്പോഴും അവൻ്റെ മുത്തച്ഛനെ എന്ത് ചെയ്യാറുണ്ട്? സഹായിക്കാറുണ്ട്. വൺ ഡേ the grandfather was standing alone before his house. ഒരു ദിവസം മുത്തശ്ശൻ ഒറ്റയ്ക്ക് എവിടെ നിൽക്കുകയായിരുന്നു? നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ആൻഡ് സഡൻലി ഹീ സോ സംതിങ് വെരി സ്ട്രേഞ്ച്. പൊട്ടുന്നനെ അദ്ദേഹം എന്തോ വളരെ സ്ട്രേഞ്ചായിട്ട് കാണാനിടയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരിക്കലും സ്ഥിരമായിട്ട് കാണാത്തതെന്തോ അവിടെ കാണുന്നു. നോക്കൂ എന്താ സംഭവിച്ചതെന്നുള്ളത് നോക്കി നോക്കാം. ദ സീ വാസ് വിത്ഡ്രോയിങ്. ആ വാക്കൊന്ന് പഠിച്ചു വെച്ചോളൂ. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ഞാൻ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ബാക്ക്. മലയാളത്തിൽ കുറച്ചും കൂടി പിൻവലിയുക എന്നാണ് നമ്മൾ പറയുക. നമ്മൾ എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ATM പോകുന്ന സമയത്ത് ക്യാഷ് വിത്ഡ്രോ ചെയ്യുക, പിൻവലിക്കുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് വിത്ഡ്രോയിങ്. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു. വിത്ഡ്രോയിങ് ഫ്രം ദ ഷോർ. ഷോർ എന്ന് പറയുന്നത് തീരമാണ് കേട്ടോ, തീരമാണ്. Hundreds of shiny shells and starfish could now be seen on the seabed. കടലിൻ്റെ അടിത്തട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപാട് ചിപ്പികളും, ഷൈനി ഷെൽസ്, ചിപ്പികളാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഷൈനി, തിളങ്ങുന്ന സ്റ്റാർഫിഷുകൾ, നക്ഷത്രാകൃതിയിലുള്ള മീനുകളെ കാണാൻ വേണ്ടി സാധിച്ചു. He saw the villagers run onto the seabed to pick up the shells as the sea kept going back. വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ ഇത് കണ്ട സന്തോഷത്തിൽ ഓടിപ്പെറുക്കുകയാണ് കേട്ടോ. ഇത് ചിപ്പികൾ ശേഖരിക്കുന്ന തിരക്കിലാണ് അവർ. The old man put his hands to his eyes and looked again. അല്ലേ, നമ്മൾ കൈ മറച്ചു വെച്ചിങ്ങനെ ദൂരത്തേക്ക് നോക്കില്ല. പ്രായമായ ആളല്ലേ, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കണ്ണ് വളരെയധികം പതിയെ ചിമ്മി പിടിച്ച് അദ്ദേഹം അങ്ങനെ ദൂരത്തേക്ക് നോക്കി. He had never seen such a thing before. അദ്ദേഹം ഇങ്ങനൊരു കാഴ്ച മുന്നേ കണ്ടിട്ടേയില്ല. He remembered things that his own grandfather told him when he was a boy. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അദ്ദേഹത്തോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനിടയായത്. He knew all the stories of the sea. അദ്ദേഹത്തിന് കടലിനെ കുറിച്ചുള്ള എല്ലാ കഥകളും അറിയാമായിരുന്നു. Suddenly he turned and ran to the house. Tada! Tada! He cried, bring a brand from the hearth. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടെ വാക്കുകളെ കുറിച്ച് അറിയാനുണ്ട്. അവിടെ ഏതൊക്കെയാണുള്ളത്? ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ വാക്കുകൾ. ഓക്കെ, ബ്രാൻഡ്.
നോക്കണേ, ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പീസ് ഓഫ് ബേണിംഗ് വുഡ്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മരക്കഷ്ണത്തിൻ്റെ പേരാണ് ബ്രാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫ്രം ദ ഹേർത്ത്, HEARTH, ഹേർത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ പേര് ഫയർ പ്ലേസ് ഇൻ ദ കിച്ചൺ എന്നാണ് പറയുക. ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നുള്ളതാണ് നമ്മൾ ലഘൂകരിച്ച് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അടുപ്പ് കേട്ടോ. അപ്പോൾ ഓടിപ്പോയിട്ട് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൊള്ളി എവിടെ നിന്ന് എടുത്തു കൊണ്ടുവരിക? എവിടെ നിന്ന് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അടുപ്പിൽ നിന്നും എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, തീ പിടിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടെ അവിടെ ചെയ്യാനുണ്ട്. Where were all the paddy fields? On the top of the mountain, below the mountain, near the sea. എവിടെയായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കി നോക്കൂ. On the top of the mountain, മലമുകളിലായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. What did the old man see one day? The sea going back, a big wave, the sea coming in. കടൽ വലിയുന്നതാണോ, വലിയ തിരമാലയാണോ, അതോ കടൽ മുന്നോട്ടേക്ക് വരുന്നത്? എന്താ കണ്ടത്? നമുക്കറിയാം, ദ സീ ഗോയിങ് ബാക്ക്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാഠത്തിൻ്റെ ഈ ഭാഗത്തോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കാം. ടഡ did not know why his grandfather wanted fire. ടഡയ്ക്ക് എന്തിനാണ് തൻ്റെ മുത്തച്ഛന് അങ്ങനെ ഒരു വിറക് കൊള്ളിയുടെ ആവശ്യമെന്ന് മനസ്സിലായില്ല. He was good boy and he always obeyed. So he ran quickly and brought the brand. ടഡ വളരെ അനുസരണമുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ട പാതി ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? അനുസരിച്ച് ഓടി വിറക് കൊള്ളിയുമായിട്ട് വന്നു. The old man took it and ran towards the rice fields. വൃദ്ധനാവട്ടെ ചെയ്തത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഓടിപ്പോയി ഈ തീ കത്തി നിൽക്കുന്ന വിറക് കൊള്ളിയുമായിട്ട് പാഡി ഫീൽഡ്സിൻ്റെ അടുത്തേക്ക്, നമ്മുടെ റൈസ് ഫീൽഡ്സിൻ്റെ അടുത്തേക്ക്, നെൽപ്പാടത്തിലേക്ക് ഓടുകയാണ്. ടഡ ran after him. ടഡയും കൂടെ ഓടി. To his great horror, he saw his grandfather set fire to the dry paddy fields. ടഡയ്ക്ക് വിശ്വസിക്കാനായില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുത്തച്ഛൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് എന്തിന് തീ വയ്ക്കുകയായിരുന്നു? ഉണങ്ങിക്കിടക്കുന്ന നെൽപ്പാടത്തിന് തീ പിടിപ്പിക്കുകയായിരുന്നു. A horror, feeling of fear and shock. നമുക്കൊരു പേടി, ആ ഹൊറർ എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചോളൂ കേട്ടോ. പേടി തോന്നുക, ഭീതി അനുഭവപ്പെടുക എന്നുള്ളത്. നമ്മൾ ഈ പ്രേത സിനിമ എന്നൊക്കെ പറയില്ല, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഹൊറർ ഫിലിംസ് എന്നാണ്. ഒരു പേടി ഉണ്ടാവുക, എന്താ സംഭവിക്കുന്നത് മനസ്സിലാവില്ല. Oh, grandfather, I screamed the little boy. What are you doing? ആർക്കാണ് നമ്മുടെ ടടാ? മുത്തശ്ശ എന്താ ചെയ്യുന്നത്? The old man said nothing. നമ്മുടെ വൃദ്ധനാവട്ടെ തിരിച്ചൊന്നും പറഞ്ഞില്ല. He went on setting fire to the ripe rice fields. മുഴുവൻ പാകമായ വിളകൾക്കെല്ലാം അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? തീ നൽകിക്കൊണ്ടിരുന്നു. Tada thought his dear grandfather has lost his mind and began to sob. Lost his mind. ശരിക്കും കയ്യിൽ നിന്നും പോയി. നമ്മൾ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് പിരി പോയി, കിളി പോയി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ലോസ്റ്റ് ഹിസ് മൈൻഡ്. ഭ്രാന്തായി എന്ന് പറയാം. ആൻഡ് ഹി ബിഗാൻ ടു സോബ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു വാക്കുണ്ട് കേട്ടോ. സോബിന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ക്രൈ എന്ന് പറഞ്ഞു, കരയുക എന്ന് പറഞ്ഞ വാക്ക്. അത് പഠിച്ചാലും കുഴപ്പമില്ല. സൂൺ ദ ഫീൽഡ് വാസ് എബ്ലേസ്. എബ്ലേസ് എന്ന് പറഞ്ഞാൽ കത്തുക, ബേണിംഗ്, കത്തുകയാണ്. And the thick black smoke began to rise. കറുത്ത പുക, കനത്തിലുള്ള കറുത്ത പുക ഇങ്ങനെ പൊന്തി ഉയരാൻ വേണ്ടി തുടങ്ങി. It rose like a cloud, black and fierce, and the villagers saw from the below that their precious rice fields were on fire. നോക്കണം. ഇറ്റ് റോസ് ലൈക്ക് എ ക്ലൗഡ്. മേഘങ്ങൾ പോലെ അത് പൊന്തി വന്നു. ബ്ലാക്ക്, കറുത്ത, ആൻഡ് ഫിയേഴ്സ്. എന്താണ് ഈ ഫിയേഴ്സ്? വെരി ഹാർഡ്, സ്ട്രോങ്, ഉറച്ചതായിരുന്നു. ആൻഡ് ദ വില്ലേജേഴ്സ് സോ ഫ്രം ബിലോ ദാറ്റ് ദെയർ പ്രഷ്യസ് റൈസ് ഫീൽഡ്സ് വേർ ഓൺ ഫയർ. അങ്ങനെ താഴെ നിന്ന് ഗ്രാമവാസികൾ നോക്കിക്കാണുകയാണ് അവരുടെ ഏറെ പ്രഷ്യസ്, വിലമതിക്കാനാവാത്തതെന്നാണ് കേട്ടോ, വെരി വാല്യൂബിൾ. അത്തരത്തിലുള്ള അവരുടെ പാഡി ഫീൽഡ്സ്, അവരുടെ റൈസ് ഫീൽഡ്സ്, അവരുടെ കൃഷിയിടം കത്തിയിരിക്കുന്നത് അവർ കാണുകയാണ്. ഹൗ ദേ റാൻ. Men, women and children climbed the mountains, running as fast as they could to save their fields.
കുട്ടികളെന്നില്ല, സ്ത്രീകളെന്നില്ല, പുരുഷന്മാരെന്നില്ലാതെ വ്യത്യാസത്തോടെ അവരെല്ലാവരും ഓടി മല കയറുകയാണ്. എന്തിനാണെന്നറിയോ? ടു സേവ് ദെയർ ഫീൽഡ്സ്, അവരുടെ ഫീൽഡിനെ, അവരുടെ കൃഷിയിടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നോട്ട് വൺ സോൾ സ്റ്റേഡ് ബിഹൈൻഡ് ഇൻ ദ വില്ലേജ് ബിലോ. നോട്ട് വൺ സോൾ, ആ വരി നോക്കണേ. നോട്ട് വൺ സോൾ, നോട്ട് എ സിംഗിൾ പേഴ്സൺ എന്നുള്ള അർത്ഥത്തിൽ. നോട്ട് എ സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിച്ചാൽ ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചായിരുന്നു ഇതിലേക്ക് പ്രവർത്തനത്തിലേക്ക് വന്നു. ആൻഡ് വെൻ ദേ കെയിം ടു ദ മൗണ്ടെയിൻ ടോപ്പ്, അങ്ങനെ അവർ മുകളിലെത്തിയ സമയത്ത്, ആൻഡ് സോ ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്സ് ഓൾ ഇൻ ഫ്ലെയിംസ്, മുകളിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവരുടെ സുന്ദരമായ നെല്ലുകൾ നിന്ന് കത്തുന്നതാണ്. ദേ ക്രൈഡ് ബിറ്റർലി, ഏറെ കൈപ്പാർന്ന മനസ്സോടുകൂടെ അവരെന്ത് ചെയ്യുന്നു? കരഞ്ഞു. ഹൂ ഹാസ് ഡൺ ദിസ് തിങ്, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ആരാണിത് ചെയ്തത്? ഹൂ ഹാസ് ഡൺ ദിസ് തിങ്, ആരാണിത് ചെയ്തത്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണിത് സംഭവിച്ചത്? ഏറെ സങ്കടത്തോടു കൂടി കേട്ടോ ചോദിക്കുന്നത്. ഐ ഡിഡ്, സെഡ് ദ ഓൾഡ് മാൻ വെരി സോളംലി. ആ വാക്ക് SOLEMNLY, സോളംലി, സീരിയസ്ലി, വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം എന്ത് പറയുന്നു? ഐ ഡിഡ്, ഞാനാണ് ചെയ്തത്. ആൻഡ് ദ ബോയ് സോബ്, ഗ്രാൻഡ് ഫാദർ സെഡ്. കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, അതെ, മുത്തശ്ശനാണ് തീ പിടിപ്പിച്ചത്. അതിൻ്റെ ഒരു ചിത്രമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെയും രണ്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. വൈ ഡിഡ് ദ ഓൾഡ് മാൻ ആസ്ക് ഫോർ എ ബ്രാൻഡ്? എന്തിനാണ് മുത്തശ്ശൻ ഒരു കത്തുന്ന വിറക് കൊള്ളി ആവശ്യപ്പെട്ടത്? ടു ലൈറ്റ് ദ ഹേർട്ട്, അടുപ്പ് കത്തിക്കാൻ. ബിക്കോസ് ഇറ്റ് വാസ് കോൾഡ്, തണുപ്പായതിനാൽ. ടു സെറ്റ് ഫയർ ടു ദ പാഡി ഫീൽഡ്സ്, എയും അല്ല ബിയും അല്ല, സി ആണ് ഉത്തരം, നമുക്കറിയാം. വൈ ഡു യു തിങ്ക് ദ ഓൾഡ് മാൻ സെറ്റ് ഫയർ ടു ദ ഫീൽഡ്സ്? എന്തുകൊണ്ടാണ് മുത്തശ്ശൻ, നമ്മുടെ വൃദ്ധൻ, പാഡി ഫീൽഡ്സിന്, നമ്മുടെ റൈസ് ഫീൽഡ്സിന്, കൃഷിയിടത്തിന് തീ കൊടുത്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് മാഡ്. മാഡ് എന്ന് പറഞ്ഞ പ്രാന്ത, അയാൾ പ്രാന്തനായതുകൊണ്ട്. ടു മേക്ക് ദ പീപ്പിൾ കം അപ്പ് ഫ്രം ദ സീ ഷോർ, താഴെ നിൽക്കുന്ന ആളുകളെ, നമ്മുടെ കടലിൽ ചിപ്പി പെറുക്കിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം മലമുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹി ലൈക്ക് സീയിങ് ദ ഫീൽഡ് ബേൺസ്, അദ്ദേഹത്തിന് തീ കത്തുന്നത് കാണുന്നത് ഏറെ ഇഷ്ടമായതുകൊണ്ട്. എയും അല്ല സിയും അല്ല ബി ആണ്, താഴെയുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി നോക്കാം. They all asked him, why? Look, he said and pointed down the sea. എന്തിനാണിത് ചെയ്തത്? എന്തിനാ? വൈ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ വിരൽ ചൂണ്ടുകയാണ് അങ്ങോട്ടേ കടലിലേക്ക്. They all turned and looked, and there where a blue sea had lain so calm and huge wave was rolling in. It was വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അത് സുനാമി എന്ന് വായിച്ചേക്കത്. ഇറ്റ്സ് സുനാമി, എ റിയലി ബിഗ് വൺ. അങ്ങോട്ട് നോക്കിയപ്പോഴല്ലേ കാഴ്ച കാണുന്നത്. ശാന്തമായിരുന്ന കടലില് വലിയ ഹ്യൂജ് വേവ്, വലിയ തിരമാലകൾ വരാൻ വേണ്ടി തുടങ്ങി. അതൊരു സുനാമി ആയിരുന്നു. നോ വൺ കുഡ് സ്ക്രീം, സോ ടെറിബിൾ വാസ് ദ സൈൻ. ആർക്കും ഒന്ന് കരയാൻ പോലും സാധിച്ചില്ല, അത്രയും ഭീതിപ്പെടുത്തുന്നതായിരുന്നു കാഴ്ച. ദ വേവ് കെയിം ഓൺ ടു ദ ലാൻഡ്, പാസ്ഡ് ഓവർ ഓൾ ദ ഹൗസസ് ദേ ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. അവരവിടെ ബാക്കി നിർത്തി പോന്നിട്ടുള്ള എല്ലാ വീടുകളും തകർക്കുന്ന രീതിയിലായിരുന്നു ആര് വന്നു പോയിട്ടുണ്ടായിരുന്നത്? ആ തിരമാലകൾ വന്നു പോയിരുന്നത്. അനദർ വേവ് ഫോളോഡ്, ഒന്ന് കഴിഞ്ഞ് ഒന്നിന് പിന്നാലെയായി വീണ്ടും തിരകൾ അടിക്കാൻ തുടങ്ങി. ആൻഡ് സ്റ്റിൽ വൺ മോർ, ആൻഡ് ദെൻ ഓൾ വാസ് വാട്ടർ ആസ് ഫാർ ആസ് ദേ കുഡ് സീ. തിരമാലകൾക്ക് പിന്നിൽ തിരമാലകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് കാണാൻ സാധിച്ചത് വേറെ ഒന്നുമല്ല, എന്തുമാത്രം വെള്ളം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദ ഹോൾ വില്ലേജ് വാസ് ഗോൺ. ആ മുഴുവൻ ഗ്രാമപ്രദേശവും നഷ്ടപ്പെട്ടു. ദ വേവ് ദെൻ ഡ്രൂ ബാക്ക്. അങ്ങനെ നമ്മുടെ തിരമാല പിന്നോട്ടേക്ക് പോവാണ്. ആൻഡ് നത്തിങ് റിമെയിൻഡ് ബട്ട് എ വാസ്റ്റ് പ്ലെയിൻ ഓഫ് വെറ്റ് സാൻഡ്. ഒന്നും അവശേഷിക്കുന്നില്ല. സാൻഡ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, വെറ്റ് സാൻഡ്, നനഞ്ഞ മണ്ണ് മാത്രം അവിടെ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. ബട്ട് ദ പീപ്പിൾ വർ ഓൾ സേഫ്. പക്ഷെ എന്തുണ്ട്? എല്ലാ ആളുകളും സേഫ് ആയിരുന്നു. ആൻഡ് വെൻ ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ദ ഓൾഡ് മാൻ ഹാഡ് ഡൺ, ദേ ഹോണേർഡ് ഹിം ഫോർ ഹിസ് നോളജ്. അപ്പം അവർക്ക് മനസ്സിലാവുകയാണ് എന്തായിരുന്നു ഈ ഓൾഡ് മാൻ, എന്തിനായിരുന്നു അയാളത് ചെയ്തതെന്ന്. ഹിസ് ക്വിക്ക് ആക്ഷൻ ഹാഡ് സേവ്ഡ് ദം ഓൾ ഫ്രം ദ സുനാമി. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വളരെ ക്വിക്കായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്ഷനാണ് എന്തിന് സത്യത്തിൽ ഒരു വഴിയൊരുക്കിയത്, ഈ പറയുന്ന എല്ലാ ആളുകൾക്കും രക്ഷപ്പെടാനുള്ളൊരു വഴിയൊരുക്കിയത്. ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ നമ്മൾ പറഞ്ഞതിലുള്ള എല്ലാ വാക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന പാഠപുസ്തകത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ എല്ലാ വാക്കുകളും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ. ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആൻസർ ദ ഫോളോയിങ് തുടങ്ങിയിട്ടുള്ള ഈ പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അടുത്ത ക്ലാസ്സിലേക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ഇംഗ്ലീഷ് സെഷൻ ഫോർ ടുഡേ. Don't forget to subscribe and comment your doubts. ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടെ കാണാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് നമ്മുടെ ക്ലാസ്സുകളെ സജസ്റ്റ് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ബൈ ഫോർ നൗ.